ഒന്ന് വേഗം കെട്ടേ സിസിലിയെ. റോസ്ലി അതിന്റെ അറ്റം പിടിച്ച് മുളയിലേക്ക് കുത്തിട്ട് ഇങ്ങനെ എടുത്തേണ. ഞാനൊന്നും ഇരിക്കാൻറി മയ്യും കാലം മറിക്കണം. വെളിച്ചി മഷത്തണ്ട് വാടണ പോലെ അങ്ങോട്ട് വാടിയില്ലോ. കാലത്താ കൊള്ളിക്കിഴങ്ങ് മുഴുവൻ വലിച്ചു വാരി തിന്നപ്പോ തോന്നിയതാ പണിയാവുന്നു. പണ്ട് കഴിച്ച മധുരമൊക്കെ ഇപ്പൊ കയ്പായി. ഉഷാറായിട്ടല്ലോ. കുറച്ച് പടക്കം പ്രദർശനം പരിമാറി പൊടിക്കണം. ശരി. ഇതെന്താ പെരുന്നാളായിട്ട് ചക്കക്കുരും ചെമ്മീനോ? നീ വന്നാ പെരുന്നാളായിട്ട് വരാണ്ടിരിക്കേ. നമ്മുടെ പുണ്ണാളിനെ അമ്പതറച്ച് ടെമ്പോ കയറ്റിയിട്ട് ബാൻഡ് സെറ്റുകാരങ്ങോട്ട് പടയ്ക്കുമ്പോ നാടൻ ചെറുത് രണ്ടരടിച്ച് അതിന്റെ കൂടെ ചെറിയ സ്റ്റെപ്പ് ചേർക്കുന്ന സുഖം ദുബാലിരുന്ന കിട്ടും. നീ എന്നാ പോണേ? എന്നാ പോണേന്ന് 2 മാസം ഉണ്ട്. പിന്നെ എന്തിനാടാ അത്? ഇവിടെ കോഴിക്കോടിന്റെ അടുത്ത് കൊല വെട്ടിയ ഒരു വാഴ ഉണ്ടായിരുന്നു. അതവിടെ ഇരിക്കട്ടെ, നമുക്ക് പിണ്ടിയും പരിപ്പിട്ടാണ്ട് വെക്കാം. ഇത് ബാബുവിന്റെ എല്ലാ വർഷമുള്ള പിണ്ടി. ഒരെന്നാലും ഇല്ല, പൊള്ളാച്ചിന്ന് ഇറക്കിയ സ്പെഷ്യൽ ഐറ്റാ. വെള്ളിങ്ങാടിക്കാരേ ഒന്ന് ഞെട്ടും. എന്താ പെരുന്നാളായിട്ട് പെയിന്റ് എഴുതുന്ന വീട്? ഓ അത് നടന്നില്ലടാ. അല്ല നിന്റെ പരിപാടി എന്തായി? ഓ ഞാൻ പറയണ്ടേ, നമ്മുടെ മത്താന്റെ വീട്ടിലും ബാബാന്റെ വീട്ടിലൊക്കെ കൊടുക്കാനുണ്ട്. ബാബുവിനെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. ലോണൊക്കെ വരുമ്പോ പറയണം ബാബുവിന്റെ വക പിണ്ടി എത്തിയത്. പോട്ടെ. അവൻ പോയ പോലെ അല്ലല്ലോ ചെക്കൻ, നല്ല പഴനൂർക്ക് പോലെ ആയിട്ടുണ്ടല്ലോ. മസ്കറിലേക്ക് ലോനാക്കി അവന് ഒരുമിച്ചല്ല വിസ വന്നേ. അവൻ മാപ്പോട്ടാ പോയി, നമ്മുടെ ലോന കീഴ്പോട്ടാ പോയി. ആ കൊമ്പില് ചവിട്ടി എളി തിരിഞ്ഞതാ പ്രശ്നമായത്. ഈ വാർഡിലായിരുന്നോ? ഒരു കല്യാണ കുടിക്ക് പോയതാ. പോർക്ക് പിടിച്ചില്ല, ചെക്കന് വയറ്റിളക്കം. ആകെ 2 കഷ്ണ തിന്നുള്ളൂ. ഡോക്ടറെ കാണാൻ വന്നപ്പോഴറിഞ്ഞത് ലോനപ്പേട്ടന്റെ പെങ്ങൾ ഇവിടെ ഉണ്ടെന്ന്. ഞാൻ വിചാരിച്ചു വല്യേച്ചായിരിക്കും. അല്ല ഇതിപ്പോ എന്താ പറ്റിയത്? മരത്തുമേന്ന് വീണതാ. ആ ഭാഗ്യം. എന്തായാലും ഇത്രയല്ലേ ആയുള്ളൂ. നട്ടല് പൊട്ടി നടുനാളൊന്നും കിടക്കേണ്ടിയൊന്നും വന്നില്ലല്ലോ. ആ മൂത്തേരിയിലെ സന്ധ്യ, ലോനപ്പേട്ടൻ സന്ധ്യ പശുവിന്റെ കയറ് തട്ടി വീണിട്ടേ കൊല്ലം 2 ആവാനാ പോണത്. 1നും 2നും ഒക്കെ തേരട്ടെ എഴണ പോലെ എഴഞ്ഞെഴഞ്ഞ പോണേന്നാ പറയുന്നത്. നീ ഒരു സിസ്റ്റർ അമ്മായിന്ന് വിളിച്ചേ. അല്ല ഇതിങ്ങനെ കേട്ടി സിസിലിയേശി കാല് വെച്ചതും സാധനം അങ്ങോട്ട് സ്ലിപ്പായി. പിന്നെ അവളുടെ ബാലൻസ് അങ്ങോട്ട് പോയി. എന്നിട്ട് നോക്കുമ്പോ ദേ കിടക്കണ സിസിലേച്ചി ഉണ്ണി പറഞ്ഞ പോലെ ദിങ്ങനെ കണ്ട പോലെ ഉണ്ടല്ലോ. പറച്ചില് കേട്ടാല് കടുമണിക്ക് മിസ്സിങ് ഇല്ലാട്ടാ. നീ പോയി അവിടുന്ന്. പിന്നെ എലി പോയാ പോയി. സിസിലേച്ചിയെ ഞാൻ പുറത്തേക്ക് പോണ്ട്, വല്ലതും മേടിക്കണ. ഒരു ഗ്ലാസ് കാപ്പള്ളം കിട്ടിയ കൊള്ളാർന്ന്. ഷമീറേ, ഓ അവരിവിടെ ഇല്ലല്ലോ അല്ലേ? ഞാൻ മേടിച്ചോണ്ട് വരാം. അമ്മക്ക് ചായ മേടിക്കാൻ പോണ്ടേ ക്യാൻറ്റീനിലേക്ക്? ഞാൻ വേണമെങ്കിൽ മേടിച്ചിട്ട് വരാം. ഇതേതാ ഫ്ലാസ്ക് ഉണ്ടാ? അത് ഇല്ലേ? ഇല്ലെങ്കിൽ ഞാൻ ഇതിൽ മേടിച്ചിട്ട് വരാം. കാശ് തന്നേക്ക്. അപ്പൊ മേടിച്ചിട്ട് വരാട്ടാ. ചായ ഇപ്പൊ വരുന്ന്. സൈമണാണല്ല. സൈമ നീ വീട്ടിൽ പോയി ഉടുക്കാനുള്ളതും അത്താഴത്തിനുള്ളതും ശരിയായിക്കൊണ്ട് വാ. ഞാനും ലോനപ്പൻ ഇവിടെ ഉണ്ടല്ലോ. ചെല്ല്. അയ്യോ അതെ റോസ്ലിയെ, പിന്നെ നീ എന്റെ വാർമുടി എടുക്കാൻ മറക്കരുത് കേട്ടാ. ആളുകളൊക്കെ വരണല്ലേ. ചേച്ചി ഒരു മിനിറ്റ്. നീ സമയത്ത്
പത്രത്തെ കാരണം കൊണ്ട് തന്നെ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയുടെ എത്ര വ്യത്യാസം? അത് പിന്നെ മീശ പഠിച്ചു താടിമ പിടിച്ചു എന്നൊക്കെ പറഞ്ഞു ഇവിടെ 10 വേണ്ടാന്ന് അത് അത്ര ക്യാൻസൽ ആയി. എന്നാ പിന്നെ അവർക്ക് വേണ്ടത് അങ്ങോട്ട് ഇട്ട് കൊടുക്ക്. എല്ലാത്തിനും സമാധാനാവട്ടെ. പത്രം എടുപ്പിച്ച് കൊല്ലും ഞാൻ നാട്ടുകാരെ. ഒരു മോട്ടോർ സൈക്കിൾ അവിടെ മൊത്തം എന്താ പ്രശ്നം? ചെറിയൊരു സൈഡ് ബിസിനസ് ഉണ്ടേ. നമ്മുടെ പത്രത്തിന്റെ ഒക്കെ കണ്ണിൽ എണ്ണി വെച്ച് കാത്തില്ലണ്ടല്ലോ, ആകെ തവിട് പൊടിയാ. അല്ല ചേട്ടന്റെ പേരെന്തുട്ടാ? ലോനപ്പൻ. ഓൾഡ് ഫാഷൻ ആണല്ലേ. സഹോദരിയുടെ പേരെന്താണാവോ? ലീന. ആനേ ഫീൽ ചെയ്തല്ലേ? അതെ, ചേട്ടനോട് ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുന്നു. എന്തുട്ടാ? മേരിയുടെ ആളാരാ? ഇത് സിസിലിയുടെയോ? ഞാന്. ഈ മരുന്നൊന്ന് വാങ്ങണട്ടാ. ഇത് മേരിയാണല്ലോ. ഇങ്ങോട്ട് കാട്ടിയേ, ഞാൻ മേടിച്ചിട്ട് വരാം. അത് വേണ്ട, ഞാൻ മേടിച്ചോളാം. വേണ്ടാന്ന്. അതേ, വീടെവിടെയാ? എവിടെയാ വീടെന്ന്? കോണത്തക്കുന്ന്. കോണത്തക്കുന്നല്ല എവിടെ? കോവേന്ദ്ര അടുത്താ. അമ്മയ്ക്ക് എന്തുട്ടാ പറ്റിയേ? ശ്വാസം മുട്ടല ഇടയ്ക്കിടയ്ക്കുള്ളതാ, പുലർച്ചെ കൂടുതല്. ആണോ? അപ്പ അലാറം വെക്കണ്ടല്ലേ? അടിപൊളി. പിള്ളേരെത്രയാ? ഓ, ലീന മൂത്തതാ. ആ, ഇളയേറ്റുങ്ങളോ? ഒന്നിന്റെ കഴിഞ്ഞു, ആ അത് പുറത്താ. ആ പിന്നെ രണ്ടാമത്തെ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഓ, ലീനയുടെ പെട്ടെന്ന് നടത്തിക്കോളൂ. തൊണ്ട് പഴുത്താ പിന്നെ ഒന്നിനും കൊള്ളൂല. വലിയേച്ചി മരുന്നിട്ടാ. ഓ, എന്തുടെ നേരത്തെ പറയാൻ വന്നേ? അതെ, ഞാനിപ്പോ കോഓപ്പറേറ്റീവ് ബാങ്കിലാ. ഇപ്പൊ സേവിങ് സെക്ഷനിലേക്ക് മാറിയേ. ഒരാളുടെ അങ്ങ് ചേർന്നൂടെ? കല്യാണൊക്കെ വരുമ്പോഴേക്കും ഒരു സഹായാവും. ആരുടെ കല്യാണം? ചേട്ടന്റെ. പൂങ്കിളികൾ ചിലയ്ക്കുന്ന പുണ്യം. അതെ, നാളെ ഞങ്ങളുടെ പള്ളിയിലെ പെരുന്നാളാ. പുണ്യാളന്റെ അടുത്ത് പോയി നേർച്ച ഇട്ടോ. വലിയ കാര്യസാധ്യതയുള്ള പുണ്യാളനാ. തന്നന്നാരേ താനന്നന്നാരേ തന്നന്നാരാരത്താരേ തന്നന്നാരേ താനന്നന്നാരേ തന്നന്നാരാരത്താരേ